മഹാലക്ഷ്മിയെ തന്ത്രപൂർവ്വം വീട്ടിലെത്തിക്കുന്നു. ഇവള് വന്ന സ്ഥിതിക്ക് ഇനി ഒന്നും മറച്ചു വെക്കുന്നില്ല എന്നും മനസ്സിൽ തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ട് സാഗർ. തുടർന്ന് മഹാലക്ഷ്മി വീണ്ടും സാഗർ സ്നേഹിക്കുന്ന ആ പെൺകുട്ടിയെ കുറിച്ച് ചോദിക്കുമ്പോൾ പറയാം, അതിനു വേണ്ടിയിട്ടാണല്ലോ ഞാൻ ചേച്ചി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. തുടർന്ന് എന്നോടൊപ്പം ഇങ്ങോട്ട് വന്നതിൽ ആൾക്കാർ എന്തെങ്കിലും പറയൂ എന്നുള്ള പേടി ചേച്ചിക്കുണ്ടോ എന്ന് സാഗർ ചോദിക്കുമ്പോൾ എന്റെ ഭർത്താവ് എന്നെ ഒരിക്കലും സംശയിക്കില്ല. എനിക്ക് ഈ ലോകത്ത് മറ്റാരെയും ഒന്നും വിശ്വസിപ്പിക്കാനും ഇല്ല. കണ്ണേട്ടനെയും എന്റെ അമ്മയെയും മാത്രമേ എനിക്ക് ബോധിപ്പിക്കാനുള്ളൂ. അവര് രണ്ടുപേരും എന്നെ അവിശ്വസിക്കില്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം എന്നെല്ലാം മഹാലക്ഷ്മി പറയുന്നുണ്ട്. ശേഷം ആദ്യം സാഗർ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ കുറിച്ച് പറ, വീട് ഇവിടെ അടുത്താണോ, എങ്കിലും നാളെ ഞാൻ കണ്ണേട്ടനെയും കൂട്ടി വരാം പെണ്ണ് കാണാൻ എന്നെല്ലാം നിഷ്കളങ്കമായി പറഞ്ഞതിന് ശേഷം വീടെല്ലാം ചുറ്റി നടന്ന് നോക്കുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി. ഇതേ സമയം നീയാണ് ആ പെൺകുട്ടി എന്ന് നിനക്ക് മനസ്സിലായി, എന്റെ നാവിന്ന് അതറിയാൻ വേണ്ടി നീ കാത്തിരിക്കുകയാണല്ലേ എന്നെല്ലാം മനസ്സിൽ പറയുന്നുണ്ട് സാഗർ. ഇനി അതിയെ പറ്റി ചോദിക്കാൻ വേറെ എവിടേക്കെങ്കിലും പോകണോ എന്ന് മഹാലക്ഷ്മി ചോദിക്കുമ്പോൾ ഒരിക്കലും ഇല്ല, ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഇവിടെ തന്നെ ഉണ്ട് എന്ന് സാഗർ പറയുന്നത് കേട്ട് ഇവിടെയോ, അപ്പൊ ആരും അറിയാതെ ആ പെൺകുട്ടിയെ വിളിച്ചിറക്കി കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ചിരിക്കുകയാണല്ലേ. അത് ശരിയല്ല സാഗരെ. ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും അറിയാതെയാണ് സാഗർ ഇത് ചെയ്തിരിക്കുന്നെങ്കിൽ അത് വലിയ തെറ്റ് തന്നെയാണ്. അച്ഛന്റെയും അമ്മയുടെയും ശാപം വാങ്ങിക്കഴിഞ്ഞാൽ ഒരു ബന്ധവും ചെയ്യാൻ പാടില്ല എന്നെല്ലാം മഹാലക്ഷ്മി സാഗറിനെ ഉപദേശിക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് ഞാൻ ഇത്രയും പറഞ്ഞിട്ടും ആ പെൺകുട്ടി ആരാണെന്ന് ചേച്ചിക്ക് മനസ്സിലായില്ലേ എന്ന് സാഗർ ചോദിക്കുമ്പോൾ മനസ്സിലായില്ല, അതുകൊണ്ടല്ലേ ചോദിച്ചതെന്ന് തിരിച്ചു പറയുന്നുണ്ട് മഹാലക്ഷ്മി. ആരാ പെൺകുട്ടി എന്ന് മഹാലക്ഷ്മി വീണ്ടും ചോദിക്കുമ്പോൾ ആ കുട്ടിയുടെ പേര് ലച്ചുന്നാന്ന് സാഗർ പറയുന്നതും അതെന്താ ചെല്ലപ്പേരാണോ എന്ന് മഹാലക്ഷ്മി വീണ്ടും ചോദിക്കുമ്പോൾ അതെ, ഞാൻ അവൾക്കിട്ട ചെല്ലപ്പേരാണെന്ന് പറയുന്നുണ്ട് സാഗർ. എന്നിട്ട് ആ കുട്ടി എവിടെയെന്ന് മഹാലക്ഷ്മി വീണ്ടും ചോദിക്കുമ്പോൾ എന്റെ ലച്ചു എന്റെ മുൻപിൽ തന്നെയുണ്ട്, ഞാൻ ആദ്യം മാഡം എന്നും പിന്നെ ചേച്ചിന്ന് വിളിച്ച എന്റെ ലക്ഷ്മി എന്ന് സാഗർ പറയുന്നത് കേട്ട് ഞെട്ടിത്തരിക്കുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി. ആ ലക്ഷ്മിക്ക് ഞാനിട്ട പേരാണ് ലച്ചു എന്നും സാഗർ പറയുന്നത് കേട്ട് ശരിക്കും വല്ലാതായി പോകുന്നുണ്ട് മഹാലക്ഷ്മി. തുടർന്ന് സാഗർ എന്താ ഉദ്ദേശിച്ചതെന്ന് മഹാലക്ഷ്മി ദേഷ്യത്തോട് ചോദിക്കുമ്പോൾ ഈ ജന്മം ലച്ചുവിന്റെ ഭർത്താവിന് ഒരു അച്ഛനാകാൻ കഴിയില്ല, എന്റെ ലച്ചുവിന്റെ ഒരാഗ്രഹവും അയാൾക്ക് സാധിച്ചു തരാനും കഴിയില്ല. അതുകൊണ്ട് അങ്ങനെ ഒരാളെ വിട്ടിട്ട് ലച്ചുവിനെ എന്റെ ജീവിതത്തിലേക്ക് വന്നൂടെ, എന്നെ വിവാഹം കഴിച്ച് എന്നോടൊപ്പം ജീവിച്ചൂടെ എന്നെല്ലാം സാഗർ പറയുന്നത് കേട്ട് നിർത്തട എന്ന് പറഞ്ഞുകൊണ്ട് സാഗറിന്റെ നേരെ ശരിക്കും പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി. കണ്ടോടാ, ഇത് ഞാൻ ആരാധിക്കുന്ന ദൈവങ്ങൾ എനിക്ക് കൊണ്ടു തന്ന ആള് എന്റെ കഴുത്തിൽ കെട്ടിയ താലിയാണിത്, എന്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന ഈ താലി, ഇത് പൊട്ടിച്ചെറിഞ്ഞിട്ട് നിന്നോടൊപ്പം ഞാൻ നിന്നെ പോലുള്ള ഒരുത്തനോടൊപ്പം വരുമെന്ന് നീ കരുതിയോ എന്ന് പറഞ്ഞുകൊണ്ട് സാഗറിന്റെ നേരെ ശരിക്കും ഷൗട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി. തുടർന്ന് സാഗറിന്റെ ഷർട്ടിന്റെ കോളറിൽ പിടിച്ചിട്ട് എന്ന് മുതലാടാ നിനക്ക് ഇങ്ങനെ ഒരു തോന്നലുണ്ടായത്, ആങ്ങളെയായി കരുതിയ എന്നെ നീ മറ്റൊരു കണ്ണുകൊണ്ട് കാണാൻ തുടങ്ങിയത് എന്ന് മുതലാടെന്ന് ചോദിച്ചുകൊണ്ട് സാഗറിനെ വലിച്ച് എറിയുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി. അതിനുശേഷം പെണ്ണൊന്ന് ചിരിച്ചാൽ, ഇത്തിരി സ്നേഹം കാണിച്ചാൽ, കുറച്ച് സ്വാതന്ത്ര്യം തന്നാൽ, കൂടെ സഞ്ചരിച്ചാൽ, അതോടെ നീ ഉൾപ്പെടെയുള്ള ആളുകൾ മറ്റൊരു കണ്ണിലൂടെയാണ് അവളെ നോക്കുന്നത്. എന്റെ കണ്ണൻ പറഞ്ഞിട്ടാണ് ഞാൻ നിന്നോടൊപ്പം യാത്ര ചെയ്തത്. ഇന്ന് ഒരുമിച്ചൊരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കണമെന്ന് നീ പറഞ്ഞ പോലും എന്റെ ഭർത്താവിന്റെ അനുവാദത്തോടു കൂടിയാണ് ഞാൻ നിന്റെ കൂടെ വന്നത്. അത് ഇങ്ങനെ ഒരു വില കുറഞ്ഞ സംസാരത്തിന് വേണ്ടിയായിരുന്നു അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് സാഗറിന്റെ നേരെ ശരിക്കും ചൂടാവുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി. ഞാൻ പൂജിക്കുന്ന ദൈവങ്ങളുടെ സ്ഥാനത്താണ് എന്റെ കണ്ണേട്ടന് എന്റെ മനസ്സിലെ സ്ഥാനം. അത് നിന്നെ പോലുള്ള നിനക്കെന്നല്ല ആർക്കും എടുത്തു മാറ്റാൻ കഴിയില്ല. നീ വിഷുവിന് തന്ന ഈ സാരി ഉണ്ടല്ലോ, ഇത് ആങ്ങള ഒരു പെങ്ങൾക്ക് തരുന്ന സാരിയാണെന്നാണ് ഞാൻ കരുതിയത്. ഇത് ഇപ്പൊ തന്നെ കത്തിച്ചു കളയാനാണ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ശരിക്കും ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി സാഗറിനോട്. തുടർന്ന് മഹാലക്ഷ്മി അവിടെ നിന്നും ദേഷ്യത്തോടെ പോകാൻ തുടങ്ങുന്നത് മഹാലക്ഷ്മിക്ക് കുറുകെ നിൽക്കുന്നുണ്ട് സാഗർ. എന്നിട്ട് തൊഴുകൈയോടെ പറയുന്നുണ്ട്, ഒരു തെറ്റു പറ്റിപ്പോയി, ഒരിക്കലും കണ്ണൻ സാറ് ഇതറിയരുത് എന്നെല്ലാം സാഗർ അപേക്ഷിക്കുമ്പോൾ എന്റെ ഭർത്താവ് അറിയാത്ത ഒരു രഹസ്യവും എന്റെ ജീവിതത്തിൽ ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി. ഞാൻ വേണമെങ്കിൽ ജോലി രാജിവെച്ച് പോയേക്കാം, എന്നാലും സാറ് ഒരിക്കലും ഇക്കാര്യങ്ങളൊന്നും അറിയരുത് എന്നെല്ലാം സാഗർ വീണ്ടും പറയുമ്പോൾ ഞാൻ വേണമെങ്കിൽ ചേച്ചിയുടെ കൈയും കാലും പിടിക്കാം എന്നെല്ലാം സാഗർ പറയുമ്പോൾ നീ കൈയും പിടിക്കണ്ട കാലും പിടിക്കണ്ട, മര്യാദയ്ക്ക് എന്നെ കൊണ്ടുവിടുമെന്ന് പറഞ്ഞുകൊണ്ട് സാഗറിന് നേരെ വീണ്ടും ചൂടാവുന്നുണ്ട് മഹാലക്ഷ്മി. തുടർന്ന് ഇത്രയും നാള് നീ എന്നെ മറ്റൊരു കണ്ണിലൂടെയാണ് നോക്കിയിരുന്നത് എന്നെല്ലാം മഹാലക്ഷ്മി ചോദിക്കുമ്പോൾ ഒരിക്കലും അല്ല ചേച്ചി എന്ന് പറയുന്നുണ്ട് കേട്ടോ സാഗർ. ലച്ചു പോലും നീ അങ്ങനെ ഒരു ലച്ചുവിനെ കണ്ടിട്ടുണ്ടാവും. ആണിന്റെ സൗന്ദര്യം അവന്റെ സ്വഭാവമാണ്. സംസ്കാര ശൂന്യനായ ഒരുത്തന് ഒരു പെണ്ണും സ്നേഹിക്കില്ല. ഞാനൊരു മേഘന്റെ കാര്യം നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, അവൻ പക്ഷെ എനിക്ക് അന്യനാണ്. എന്റെ മനസ്സിൽ ഒരു സ്ഥാനവും അവനില്ല, പക്ഷെ അവനെ എനിക്ക് പരിചയമില്ല. പക്ഷെ നിനക്ക് ഞാനൊരു അനിയന്റെ സ്നേഹമാണ് തന്നത്, എന്നിട്ട് നീ ആ മേഘനേക്കാൾ തരം താഴ്ന്ന രീതിയിലല്ലേ എന്നോട് സംസാരിച്ചു എന്നെല്ലാം ചോദിച്ചുകൊണ്ട് സാഗറിന്റെ നേരെ വീണ്ടും പൊട്ടിത്തെറിക്കുന്നുണ്ട് മഹാലക്ഷ്മി. എന്നിട്ട് പറയുന്നുണ്ട്, കണ്ണേട്ടന് വൈകല്യമുണ്ട്, പക്ഷെ അദ്ദേഹത്തിന്റെ ശരീരത്തിനാണ്, അല്ലാതെ മനസ്സിലല്ല. നിന്നെ പോലെ വൈകല്യമുള്ള ഒരാളുടെ മനസ്സുള്ള ഒരുത്തനെ അതേ രീതിയിൽ ചിന്തിക്കുന്ന ഒരു പെൺകുട്ടിക്ക് മാത്രമേ സ്നേഹിക്കാൻ കഴിയൂ, പിന്നെ ഉൾക്കൊള്ളാൻ പറ്റൂ. അതുകൊണ്ട് എന്നെ വേഗം കൊണ്ടുവിടറ എന്ന്
പറഞ്ഞുകൊണ്ട് സാഗറിനെ നേരെ വീണ്ടും പൊട്ടിത്തെറിച്ചുകൊണ്ട് മഹാലക്ഷ്മി അവിടെ നിന്നും പോവാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ മഹാലക്ഷ്മി കാറിൽ ചെന്നിരിക്കുകയാണ്. പിന്നീട് സാഗറിനെ വല്ലാതെ വെറുപ്പോടെ അല്ലാതെ നോക്കാൻ കഴിയുന്നില്ല കേട്ടോ മഹാലക്ഷ്മിക്ക്. ശേഷം ഒരുത്തന്റെ ഉപദേശം കേട്ടിട്ടോ എടാ ഓരോന്ന് തുറന്ന് പറഞ്ഞതൊക്കെ വലിയ തെറ്റായി പോയി എന്നെല്ലാം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് സാഗർ. പിന്നീട് എന്റെ കണ്ണേട്ടൻ അനുവദിച്ചുകൊണ്ട് ഒരു മടിയും പേടിയും കൂടാതെ ഞാൻ ഇവനോടൊപ്പം യാത്ര ചെയ്തു. എന്നിട്ട് അവന്റെ മനസ്സിലുള്ള അസുരൻ പുറത്തു വന്നു എന്നെല്ലാം മനസ്സിൽ ചിന്തിച്ച് വല്ലാതാവുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി. ഇതേ സമയം അങ്ങനെ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ എന്താടാ പുല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മേഘന്റെ മെസ്സേജ് വരുന്നുണ്ടെങ്കിലും ഒന്നും ആയില്ലടാ എന്ന് ഇങ്ങനെ മേഘനെ ചീത്ത പറയുന്നുണ്ട് കേട്ടോ സാഗർ. ശേഷം സാഗർ ഒന്ന് വണ്ടി നിർത്താനായിട്ട് മഹാലക്ഷ്മി ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഓഫീസ് ആയില്ല എന്ന് സാഗർ പറയുന്നതും സാഗർ ഓഫീസിലേക്ക് പോയിക്കോ, ഞാൻ വേറെ ഏതെങ്കിലും വണ്ടിയിൽ ഓഫീസിലേക്ക് വന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി അവിടെ ഇറങ്ങാണ് കേട്ടോ. തുടർന്ന് ചേച്ചി വേണ്ട എന്നെല്ലാം സാഗർ പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാൻ നിൽക്കുന്നില്ല മഹാലക്ഷ്മി. എന്നിട്ട് പറയുന്നുണ്ട് നിന്നെ എനിക്ക് ഒരുപാട് സമയമൊന്നും കാണാനായിട്ട് പറ്റില്ല. സ്നേഹിക്കുന്നവരെയൊക്കെ ശത്രുക്കളായി കഴിഞ്ഞാൽ പിന്നെ അവരോട് തീർത്താൽ തീരാത്ത വെറുപ്പും പകയുമാണ് എനിക്ക്. അതുകൊണ്ട് നീ പോ എന്ന് പറഞ്ഞുകൊണ്ട് സാഗറിനെ തന്റെ മുന്നിൽ നിന്നും ആട്ടി അകറ്റുകയാണ് കേട്ടോ മഹാലക്ഷ്മി ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് മഹാലക്ഷ്മി മോഹിനിയെ കാണാനായിട്ട് എത്തുകയാണ്. അപ്പോൾ മഹാലക്ഷ്മിയെ കാണുന്നതും വല്ലാത്ത സന്തോഷമാവുന്നുണ്ട് മോഹിനിക്ക്. എന്താ മോളെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ എന്ന് മോഹിനി ചോദിക്കുമോ മഹാലക്ഷ്മി ആണെങ്കിൽ മോഹിനിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ എന്താ മോളെ എന്ത് പറ്റി, കണ്ണനുമായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടായോ അതോ അവിടെ ആരെങ്കിലും മോളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ എന്നെല്ലാം മോഹിനി ചോദിക്കുമ്പോ കണ്ണേട്ടൻ ഒരു നോട്ടം കൊണ്ട് പോലും എന്നെ വേദനിപ്പിക്കാറില്ല എന്ന് പറയുന്നുണ്ട് മഹാലക്ഷ്മി. പിന്നെ എന്താ മോളെ എന്ന് അമ്മ വീണ്ടും ചോദിക്കുമ്പോ ആളുകൾ പലരും പെൺകുട്ടികളുമായിട്ട് സൗഹൃദം കൂടുന്നത് മറ്റു പലതിനും വേണ്ടിയാണ്. അമ്മ കല്യാണത്തിന് മുൻപും അതിനുശേഷവും പലതവണ പറഞ്ഞിട്ടുണ്ട് കണ്ണേട്ടനെ കല്യാണം കഴിക്കുന്നതോടുകൂടി എന്റെ ഭാവി പോയെന്ന്. എന്നാൽ അതൊന്നും ശരിയല്ല അമ്മേ. കണ്ണേട്ടനെ പോലെ ഒരാളെ ഇന്നത്തെ ലോകത്ത് കണ്ടു കിട്ടുവാൻ വലിയ ബുദ്ധിമുട്ടാണെന്നെല്ലാം മഹാലക്ഷ്മി പറയുമ്പോ ആരെങ്കിലും മോളോട് അരുതാത്ത രീതിയിൽ പെരുമാറിയോ എന്നെല്ലാം മോഹിനി ചോദിക്കുമ്പോ അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്റെ ചോര തിളയ്ക്കുമെന്ന് മാത്രം മറുപടി നൽകുകയാണ് മഹാലക്ഷ്മി ചെയ്യുന്നത്. തുടർന്ന് കൂടപ്പിറപ്പായി കണ്ടവന് ശേഷം കൂടപ്പിറപ്പിനെ പോലെ കൊണ്ടു നടന്നവൻ പെട്ടെന്ന് മൃഗത്തെ പോലെ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യൂ അമ്മ എന്ന് മഹാലക്ഷ്മി പറയുമ്പോ മോൾക്ക് കൂട്ടായിട്ട് എപ്പോഴും വരുന്നത് ആ സാഗർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണല്ലോ, അവനെ കുറിച്ചാണോ മോള് പറയുന്നത് എന്ന് മോഹിനി ചോദിക്കുമ്പോ ആരെ പറ്റിയോ അല്ല, എനിക്കൊന്ന് കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം വേഷം മാറി അമ്പലത്തിലേക്ക് പോകണം. അത് കഴിഞ്ഞ് ഇനി വീട്ടിലേക്ക് മടങ്ങി പോകുന്നുള്ളൂ. അമ്മയും അമ്പലത്തിലെ ദേവി നിങ്ങൾ രണ്ടുപേരുമാണ്. രണ്ടുപേരുടെ അടുത്ത് നിന്ന് സങ്കടം പറയുമ്പോൾ എനിക്ക് മനസ്സിന് വല്ലാത്തൊരു ആശ്വാസമാണ്. ഞാനൊന്ന് കുളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി പോകുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് മോൾക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക എന്നാലോചിച്ച് ആശങ്കയോടെ നിൽക്കുകയാണ് കേട്ടോ മോഹിനി. അതിനുശേഷം കാണിക്കുന്നത് അമ്പലത്തിലെത്തുന്ന മഹാലക്ഷ്മി ആണെങ്കിൽ ദേവിയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്നേഹിക്കുന്നവരൊക്കെ എന്താ അമ്മ ഇങ്ങനെ, നല്ലവനാണെന്ന് കരുതി ഹൃദയത്തോട് ചേർത്ത് നിർത്തിയതല്ലേ ഞാൻ അവനെ, എന്നിട്ട് ഒരു നിമിഷം കൊണ്ടല്ലേ അവന്റെ സ്വഭാവം മാറിയത് എന്നെല്ലാം ദേവിയുടെ മുന്നിൽ നിന്നും സങ്കടം പറയുന്നുണ്ട് മഹാലക്ഷ്മി. അങ്ങനെ തൊഴുതിറങ്ങുന്ന മഹാലക്ഷ്മി പതിവ് പോലെ അമ്മയെ കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ അമ്മയെ കാണുന്നതും മഹാലക്ഷ്മിയുടെ മനസ്സിന് ഒരുപാട് ആശ്വാസം ആകുന്നുണ്ട്. തുടർന്ന് അമ്മയോടായിട്ട് പറയുന്നുണ്ട് എപ്പോഴൊക്കെ മനസ്സ് വേദനിക്കുന്നോ ആ സമയത്തൊക്കെ അമ്മ എത്തുന്ന മഹാലക്ഷ്മി പറയുമ്പോ ഇപ്പോ മോളുടെ മനസ്സിലുള്ള നൊമ്പരത്തിന്റെ കാരണം അമ്മയ്ക്കറിയാം. നമ്മുടെ മുന്നിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നവരൊന്നും നല്ലവരാണെന്ന് കരുതരുത് മോളെ. എന്നാൽ നന്മ ആവശ്യത്തിൽ അധികമുള്ള ഒരാളാണ് മോൾക്കൊപ്പം ഉള്ളത്. മോളുടെ കഴുത്തിൽ താലി കെട്ടിയ ആളെന്ന് അമ്മ പറയുമ്പോ അതെനിക്ക് അറിയാം അമ്മേ. ഓരോ ദിവസം കഴിയുന്തോറും ആ വിശ്വാസം കൂടി വരികയാണെന്ന് മഹാലക്ഷ്മി പറയുന്നുണ്ട് കേട്ടോ. അത് ഇനിയും കൂടും. ആ മോൻ അത്രയ്ക്ക് നല്ലവനാണ്. കഴിഞ്ഞ ജന്മത്തിൽ കൃഷ്ണനും രാധയുമായിട്ടാണ് നിങ്ങൾ ജീവിച്ചത്. അതുകൊണ്ടാണ് ഈ ജന്മത്തിലും നിങ്ങൾ ഒന്നിച്ചത് എന്നെല്ലാം അമ്മ പറയുന്നത് കേട്ട് മഹാലക്ഷ്മിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അമ്മ കണ്ണനെ കുറിച്ച് പറയുന്നത് കേട്ട് മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുകയാണ് കേട്ടോ മഹാലക്ഷ്മി. തുടർന്ന് അതുകൊണ്ട് മോളുടെ മനസ്സ് പതറില്ല. മോളെ ദ്രോഹിക്കാൻ നടക്കുന്നവർക്കൊക്കെ അബദ്ധം പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അവിടെ നിന്നും പോകാൻ തുടങ്ങുന്നതും അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് തിരികെ വിളിക്കുകയാണ് കേട്ടോ മഹാലക്ഷ്മി. തുടർന്ന് അമ്മയുടെ വീടിനെ പറ്റിയെല്ലാം മഹാലക്ഷ്മി ചോദിക്കുമ്പോൾ മോൾ ഇപ്പൊ അതിനെക്കുറിച്ച് ഒന്നുമല്ല ചിന്തിക്കേണ്ടത്, മോൾക്ക് ചുറ്റിനും ഉള്ളവരെ പറ്റിയാണ്. തുടർന്ന് മോളുടെ കുടുംബത്തിൽ ആർക്കാണ് ഈയിടെ അപകടം ഉണ്ടായത് എന്ന് അമ്മ ചോദിക്കുമ്പോൾ ഉണ്ടായി, എന്റെ കണ്ണേട്ടന്റെ വരേണ്ട അപകടമാണ് ഒഴിഞ്ഞു മാറിപ്പോയത്. കണ്ണേട്ടന്റെ അമ്മാവന്റെ മകനാണ് അപകടത്തിൽപ്പെട്ടത് എന്ന് മഹാലക്ഷ്മി പറയുമ്പോൾ അവൻ അപകടത്തിൽപ്പെട്ടതല്ല പെടുത്തിയതാണ് എന്ന് അമ്മ പറയുന്നത് കേട്ട് ആരാണെന്ന് മഹാലക്ഷ്മി ഞെട്ടലോട് ചോദിക്കുമ്പോൾ മുകളിലേക്ക് നോക്കുന്നുണ്ട് കേട്ടോ അമ്മ. അത് വിശ്വസിക്കാൻ കഴിയാതെ മഹാലക്ഷ്മി നിൽക്കുന്നത് കണ്ടിട്ട് അമ്മ വീണ്ടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അമ്മ ഒരിക്കലും വെറും വാക്ക് പറയാറില്ല. മോളുടെ ഭർത്താവിന് പകരം അപകടത്തിൽപ്പെട്ടവൻ വലിയ അപകടകാരിയാണ്, അവനെ സൂക്ഷിക്കണം എന്നൊരു മുന്നറിയിപ്പ് നൽകി അമ്മ അവിടെ നിന്നും നടന്നു നീങ്ങുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് കേട്ട് ശരിക്കും ഞെട്ടലോടെ നിൽക്കുകയാണ് മഹാലക്ഷ്മി ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് മേഘനെ കാണാനായിട്ട് സാഗർ വരുന്നത് കാണിച്ചാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് പൂർണ്ണമാകുന്നത്.